സംസ്ഥാന വ്യാപകമായി ലഹരി വിരുദ്ധ പോരാട്ടം തുടരുകയാണ്. പക്ഷേ ലഹരി പിടിക്കുന്നതിൽ ഒരു കുറവുമില്ല. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് MDMA-യുമായി പിടിയിലായ യുവതിയുടെ ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് MDMA കണ്ടെത്തിയത്. അഞ്ചാലുമൂട് സ്വദേശിയായ അനില രവീന്ദ്രനാണ് പോലീസിന്റെ പിടിയിലായത്. വൈദ്യപരിശോധനയിൽ അനിലയുടെ ജനനേന്ദ്രിയത്തിൽ നിന്നുമാണ് 46 ഗ്രാം MDMA ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. ജില്ലയിലെ MDMA-യുടെ പ്രധാന കാരിയറാണ് പിടിയിലായതെന്നാണ് പോലീസിന്റെ നിഗമനം. 2021 MDMA കൈവശം വെച്ചതിന് അനിലയെ പോലീസ് പിടികൂടിയിരുന്നു. ജയിൽ ശിക്ഷ അനുഭവിച്ചു വന്നതിന് ശേഷം വീണ്ടും ലഹരിക്കടത്ത് തുടങ്ങി. ഇന്നലെ ബംഗളൂരിൽ നിന്ന് കർണാടക രജിസ്ട്രേഷൻ വാഹനത്തിൽ കൊല്ലത്തേക്ക് MDMA എത്തുന്നു എന്ന രഹസ്യ വിവരമാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന് ലഭിച്ചത്. തുടർന്ന് കൊല്ലം സിറ്റി ACP ഷെരീഫിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ 3 സംഘങ്ങളായി പരിശോധന ആരംഭിച്ചു. ഇതിനിടയിൽ നീണ്ടകരയിൽ വെച്ച പോലീസ് ആവശ്യപ്പെട്ടിട്ടും അനിലയുടെ കാറ് നിർത്താതെ പോയി. പിന്തുടർന്ന് പിടിച്ചതോടെയാണ് അനിലയുടെ പക്കൽ നിന്ന് 50 ഗ്രാം MDMA കണ്ടെത്തുന്നത്. പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ യുവതിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ടു. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് നടത്തിയ സ്കാനിങ്ങിലാണ് യുവതിയുടെ ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ച നിലയിൽ 46 ഗ്രാം MDMA കണ്ടെത്തുന്നത്. പാക്കറ്റുകളിലായിരുന്നു ലഹരി ഉണ്ടായിരുന്നത്. കൊല്ലം നഗരത്തിലെ സ്കൂളുകളും കോളേജുകളിലും എത്തിച്ച MDMA വിതരണം ചെയ്യുന്നത് അനിലയാണെന്ന് പോലീസിനോട് മൊഴി നൽകി. കൊല്ലം സിറ്റി പോലീസ് ഈ മാസം നടത്തിയ 4ാമത്തെ വലിയ MDMA വേട്ടയാണിത്. യുവതിക്ക് ലഹരി നൽകിയവരെക്കുറിച്ചും യുവതിയിൽ നിന്ന് ലഹരി വാങ്ങുന്നവരെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. റിപ്പോർട്ടർ, കൊല്ലം.